യഥാർത്ഥ ന്യൂനപക്ഷമായ ക്രൈസ്തവരെയും അവരിലെ പിന്നോക്കക്കാരെയും ഒതുക്കിയവരെക്കുറിച്ച് കേരളത്തിൽ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ ഇതര വിഭാഗങ്ങളെ അപേക്ഷിച്ച് മനഃപൂർവമോ അല്ലാതെയോ പിന്നോട്ടടിക്കപ്പെട്ട മതവിഭാഗമാണ് ക്രൈസ്തവർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പരസ്യമായി ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുടെ സർക്കാർ ജോലികളിലെ ശതമാനക്കണക്കും ഇതര വിഭാഗങ്ങളുടെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ലഭിക്കുന്നത് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഭാവിയെ തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന കണക്കുകളാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ ക്രൈസ്തവർ കൊണ്ടുവന്നിട്ടുള്ള നിർണായകമായ സംഭാവനകളെക്കുറിച്ച് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരു വിധ്വംസക പ്രവൃത്തികളിലും ഏർപ്പെടാതെ എക്കാലത്തും ഈ നാടിൻ്റെ വികസനത്തിനൊപ്പം മാത്രം നിന്നിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജനന നിരക്ക് പോലും ഇപ്പോൾ 25% നിന്ന് 15% താഴ്ന്നു പോയിരിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മണ്ഡലങ്ങളിൽ ക്രൈസ്തവർ ഇപ്പോൾ ശരിക്കും പിന്നോക്ക വിഭാഗങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനം കഴിച്ച ക്രൈസ്തവ വിഭാഗങ്ങൾ ആരുടെയൊക്കെയോ പ്രത്യേക താല്പര്യങ്ങൾക്കനുസൃതമായി സമസ്ത മേഖലകളിലും ഒതുക്കൽ ശ്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് മറ്റൊരു കാര്യം. എല്ലാ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും അവരുടെ സംവരണം കൊടുക്കുകയും 10 വർഷത്തിലധികം ഹൈന്ദവ ഐഡന്റിറ്റി വെച്ചു പുലർത്തുന്ന ഹരിജൻ വിഭാഗങ്ങൾക്ക് കൃത്യമായി സംവരണം അനുവദിക്കുകയും കൂടാതെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അവകാശങ്ങൾ തുല്യം ചാർത്തിക്കൊടുക്കുകയും ചെയ്ത ഒരു ഭരണഘടനയാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 1950 രൂപീകൃതമായ ഇന്ത്യയുടെ ഭരണഘടന. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ക്രൈസ്തവ വിഭാഗങ്ങളുടെയും അവരുടെ ആനുകൂല്യങ്ങളും ശക്തമായി തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് കേരളത്തിൽ രാഷ്ട്രീയമായും സാമ്പത്തികമായും ജനസംഖ്യാപരമായും ശക്തമായി വളർന്നിരിക്കുന്ന മുസ്ലിം സമുദായം മുഴുവനായി മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകുന്ന OBC ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ താരതമ്യേന ദുർബല വിഭാഗങ്ങളായ ക്രൈസ്തവരെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടത് സാമുദായികമായ ഒരു അനിവാര്യത തന്നെയാണ്. ഇക്കാര്യത്തിൽ നിഷേധാത്മകമായ നിലപാടുകൾ കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? കേരളത്തിൽ ആദ്യമായി ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിച്ച ന്യൂനപക്ഷ കമ്മീഷൻ 2019 തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ത് കാരണത്താലാണ് സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കപ്പെടാതിരിക്കുന്നത്? കേരള സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിലും കമ്മീഷനിലും ക്രിസ്ത്യൻ പങ്കാളിത്തം ഇല്ലാതാക്കാൻ കരിങ്കാലിപ്പണികൾ നടത്തിയത് ആരാണ്? എന്തുകൊണ്ടാണ് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്? കേരളത്തിൽ 18 കോടിക്കടുത്ത് രൂപയാണ് മുസ്ലിം വിഭാഗത്തിലെ മതഗ്രന്ഥങ്ങളും ശരീഅത്ത് വിദ്യാഭ്യാസങ്ങളും അവരുടെ തലമുറകളെ പഠിപ്പിക്കുവാൻ കേരളത്തിലെ സർക്കാർ ചെലവഴിച്ചത്. മദ്രസകൾ നിർമ്മിക്കുവാനും കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവാക്കുന്നു. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അവർ സംവരണ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി മുന്നേറുമ്പോൾ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. വോട്ട് ഷെയറുകളുടെ ആധിക്യവും കപട പിന്നോക്ക അവസ്ഥയും മറ്റും കാട്ടി ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഒരു വിഭാഗത്തിലേക്ക് മാത്രമായി അട്ടിമറിക്കപ്പെടുമ്പോൾ ക്രൈസ്തവ സമൂഹം അതിജീവിതത്തിനായി ക്ലേശിക്കുകയാണ്. അതിനാൽ ക്രൈസ്തവ സമൂഹത്തിന് അവരുടെ കൂടി വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ കേരള സർക്കാരിൻ്റെ ശക്തമായ പിന്തുണ ഇത്തരം വിഷയങ്ങളിൽ അടിയന്തിരമായി ലഭിച്ചേ തീരൂ.